ഹായ് വെൽക്കം ടു ലൈഫ് ബഡ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഫേസ്ബുക്ക് മാർക്കറ്റിങ്ങിനെ പറ്റിയാണ്. അതിൻ്റെ ഒരു സിമ്പിൾ കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഓഡിയൻസിനെ സോഷ്യൽ മീഡിയ വഴി എങ്ങനെയൊക്കെ പ്രൊമോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഓഡിയൻസിനെ എങ്ങനെയൊക്കെ കണ്ടെത്താം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ കൂടുതൽ എങ്ങനെ പ്രൊമോട്ട് ചെയ്യാം എന്നറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിനകത്തെ വീഡിയോസ് നിങ്ങൾക്ക് നല്ലൊരു ഉപകാരപ്പെടുന്നതായിരിക്കും. നിങ്ങളുടെ ടൈം ഒരിക്കലും വേസ്റ്റ് ആവത്തില്ല. ഓക്കെ, അന്നേരം നമ്മൾ ഇന്ന് മുതൽ ഓരോ ടിപ്സായിട്ട് നിങ്ങൾക്ക് എങ്ങനെ സോഷ്യൽ മീഡിയ വഴി എങ്ങനെയൊക്കെ നിങ്ങൾക്ക് പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് പ്രൊമോട്ട് ചെയ്യാം, എങ്ങനെയൊക്കെ ഓഡിയൻസിനെ കൂട്ടാം, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, ഗൂഗിൾ ആഡ്സ്, അതുപോലെ യൂട്യൂബ് വഴി എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഓഡിയൻസിനെ കണ്ടെത്താം എന്നുള്ള വീഡിയോസ് ആയിരിക്കും നമ്മളിടാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്കങ്ങനെ നിങ്ങൾ ഏത് ബിസിനസ് ആയിക്കോട്ടെ, നിങ്ങൾ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഡയറക്റ്റ് സെല്ലിംഗ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, അല്ല നിങ്ങൾക്കൊരു ഷോപ്പ് ഓണർ ആയിക്കോട്ടെ, വീട്ടിലിരുന്ന് വരുമാനം കണ്ടെത്തുന്നവരായിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോസ് ആയിരിക്കും ഇതിലുള്ളത്. അപ്പോൾ ഫസ്റ്റ് നമ്മളിന്ന് നോക്കുന്നത് ഫേസ്ബുക്കിൽ കൂടെ. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട്സ് ഉണ്ട്. നിങ്ങൾ ഫസ്റ്റ് ഒരു ബിസിനസ് തുടങ്ങി, അതെങ്ങനെ സോഷ്യൽ മീഡിയ വഴി ഞാൻ മാർക്കറ്റ് ചെയ്യും, ഓഡിയൻസിനെ എങ്ങനെ കണ്ടെത്തും അല്ലേ? ഫസ്റ്റ് ഓഡിയൻസിനെ ഡിസൈഡ് ചെയ്യുന്നത് നമ്മൾ തന്നെയാണ്. നിങ്ങൾ നോക്കുക, നിങ്ങളിപ്പോൾ ഒരു ബൊട്ടിക്ക് ഓണർ ആണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയുള്ള കസ്റ്റമേഴ്സിനെയാണ്, നിങ്ങളിപ്പോൾ ലേഡീസ് ഐറ്റംസ് മാത്രം സെല്ല് ചെയ്യുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് ഒരു 80% എന്തായിരിക്കും? വിമൻസ് ആയിരിക്കും അല്ലേ? അപ്പോൾ എങ്ങനെയുള്ള വിമൻസിനെയാണ്, വർക്കിംഗ് വുമൻസിനെയാണോ നിങ്ങൾ നോക്കുന്നത്, ലക്ഷറി ഫീൽഡിലുള്ളവരെയാണോ നോക്കുന്നത്? അത് വെച്ചിട്ട് നിങ്ങൾക്ക് ഓഡിയൻസിനെ കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാനായിട്ട് പറ്റും. അതെങ്ങനെയാണെന്നല്ലേ? നിങ്ങൾ ഫസ്റ്റ് ഇന്നൊരു പോസ്റ്റ് ഇടുക. ഇന്ന് ട്യൂസ്ഡേ ആണ്, ട്യൂസ്ഡേ ഒരു പോസ്റ്റ് ഇട്ടു, വെനസ്ഡേ ഒരു പോസ്റ്റ് ഇട്ടു, തേഴ്സ്ഡേ, ഫ്രൈഡേ, സാറ്റർഡേ, സൺഡേ, നിങ്ങൾ 5 ഡേയ്സ് അല്ലെങ്കിൽ ഒരു 6 ഡേയ്സ് നിങ്ങൾ കണ്ടിന്യൂസ് പോസ്റ്റ് ഇട്ടു. നിങ്ങൾ അതിനകത്ത് നിങ്ങളുടെ പോസ്റ്റിനകത്ത് നിങ്ങൾ അനലൈറ്റിക് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്കറിയാനായിട്ട് പറ്റും ഏത് സമയത്താണ് നിങ്ങളുടെ ഓഡിയൻസ് ഏറ്റവും കൂടുതൽ നിങ്ങളുടെ പോസ്റ്റിനെ ലൈക്ക് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ വാച്ച് ചെയ്തിരിക്കുന്നതെന്ന്. അപ്പോൾ ആ ഒരു ടൈം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ആ ഒരു ടൈമിന് ഒരു ഹാഫ് ആൻ അവർ മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നോക്കുക, ഒരു ഹാഫ് ആൻ അവർ അല്ലെങ്കിൽ ഒരു 15 മിനിറ്റ്സ് മുമ്പ് നിങ്ങൾ നിങ്ങളുടെ പോസ്റ്റുകൾ ആഡ് ചെയ്യാനായിട്ട് തുടങ്ങുക. അപ്പോൾ നിങ്ങളുടെ ഒരു വീഡിയോ ആണെങ്കിലും നിങ്ങളുടെ ഒരു റീൽസ് ആണെങ്കിലും നിങ്ങളത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കസ്റ്റമേഴ്സ് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ടൈമായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസ് അവൈലബിൾ ആയിട്ടിരിക്കുന്ന ടൈമായിരിക്കും. ആ ടൈമിൽ നിങ്ങൾ പോസ്റ്റുകൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ കൂടുതൽ ഓഡിയൻസ് എൻഗേജ്മെൻറ്റ് നമുക്ക് ഉണ്ടാകുന്നതാണ്. അതുപോലെ തന്നെ കണ്ടൻസ്, നിങ്ങളുടെ ഒരു ബൊട്ടി നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള കണ്ടൻസ് മാത്രം ഇടരുത്. ഇപ്പോൾ ഓഡിയൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസും കൂടി ഇടുക. ഈവൻ നിങ്ങളൊരു ബൊട്ടിക്സിൻ്റെ ആണ്, ഞാൻ ബൊട്ടിക് എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണ്, ബൊട്ടിക്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു മെറ്റീരിയൽ, ഇപ്പോൾ ജോർജറ്റ് മെറ്റീരിയൽ അല്ലെങ്കിൽ സിൽക്ക് കുർത്തി, അങ്ങനെ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഈ വീക്സ് ഇടാൻ ആലോചിക്കുന്നുണ്ട്. ഫസ്റ്റ് അതിനു മുമ്പ് അതിനെപ്പറ്റി ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ക്ലൈമറ്റിന് ഇപ്പോൾ ഭയങ്കര ചൂടാണല്ലേ, അപ്പോൾ ഈ ഒരു ചൂട് സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ട് വിയർ ചെയ്യാൻ പറ്റുന്നത് ഏത് ഇതാണെന്ന് നോക്കുക, ഏത് മെറ്റീരിയലാണ്. ആ മെറ്റീരിയൽസിൻ്റെയൊക്കെ പോസ്റ്റുകൾ നിങ്ങൾ കൂടുതൽ ഇടാനായിട്ട് നോക്കുക. കാരണം നമ്മളുടെ അറ്റ്മോസ്ഫിയറിക് അല്ലെങ്കിൽ ക്ലൈമറ്റിക് കണ്ടീഷൻസും കൂടെ അടിസ്ഥാനമാക്കി നിങ്ങൾ പോസ്റ്റുകൾ, അല്ലെങ്കിൽ നിങ്ങൾ വേറൊരു ബേക്കേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒക്കേഷൻസ് അനുസരിച്ച്, ഇപ്പം എന്താ വരുന്നുണ്ട്, ഈസ്റ്ററൊക്കെ വരുന്നുണ്ട് അല്ലേ, ഇപ്പോൾ അങ്ങനെ ഒക്കേഷൻസ് അനുസരിച്ച്, അല്ലെങ്കിൽ വിഷു വരുന്നുണ്ട്, ഒക്കേഷൻസ് അനുസരിച്ചുള്ള നിങ്ങൾ പോസ്റ്റുകൾ നിങ്ങൾ കൂടുതൽ ഇടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ എളുപ്പമായിരിക്കും. അതുപോലെ തന്നെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പോസ്റ്റുകൾ, റീൽസ് ഇടുക. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അവർക്ക് യൂസ്ഫുള്ളായിട്ട്, നമ്മളെപ്പോഴും നമുക്ക് എന്താണ് പ്രയോജനം എന്ന് കണ്ടിട്ടാണ് നമ്മൾ ഓരോ വീഡിയോസ്, ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ സ്കിപ്പ് ചെയ്തു പോകും, വീഡിയോസ് മൊത്തം കണ്ടുകൊണ്ടിരിക്കുകയില്ല. ഇപ്പോൾ 70% നിങ്ങൾക്ക് ഒരു വാച്ച് അവേഴ്സ് വേണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്കിലൊരു വാച്ച് അവർ വേണം, അല്ലെങ്കിൽ ഒരു വാച്ച് ചെയ്തു എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഓഡിയൻസിന് യൂസ്ഫുൾ ആയിട്ടുള്ള കണ്ടൻസ് കൂടെ ചെയ്യുക. അതുപോലെ തന്നെ വീക്ക്ലി പോൾസ്, ക്വസ്റ്റ്യൻസ്, അങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേജിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇതായിരിക്കും ഫേസ്ബുക്ക് പേജ് ആയിരിക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ആയിരിക്കും, അതിൽ നിങ്ങൾക്ക് കൂടുതൽ എൻഗേജ്മെൻറ്റ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കൂടുതൽ എൻഗേജ്മെൻറ്റ്സിൽ കൂടെയാണ് നമുക്ക് കൂടുതൽ ഫോളോവേഴ്സ് വരുന്നത്, ലൈക്സ് വരുന്നത് അല്ലേ, അവർ തന്നെ നമ്മുടെ ഓഡിയൻസ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഫോളോവേഴ്സിനെ കൂട്ടാനായിട്ട് നോക്കുക, എൻഗേജ്മെൻറ്റ്സ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നോക്കുക, പോൾസ് കണ്ടക്ട് ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏതൊരു ബിസിനസ് ഓണേഴ്സ് ആണെങ്കിലും നിങ്ങൾക്ക് 1 മന്തിൽ തന്നെ നല്ലൊരു ഫോളോവേഴ്സിനെയും നല്ല വാച്ചവേഴ്സും ഒക്കെ കിട്ടി നിങ്ങൾക്കൊരു മോണിറ്റൈസേഷൻ ആക്കാനും ഒക്കെ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. തന്നെയല്ല നിങ്ങളുടെ പ്രോഡക്ട്സിനെ പറ്റി അത്രയും ആളുകളിലേക്ക് എത്തുകയും കൂടെ ചെയ്യും. താങ്ക് യു.